ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് നമുക്ക് വേണ്ടത് 1/2 കിലോ റവ, 2 കഷ്ണം കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 10 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, 3/4 ലിറ്റർ വെള്ളം, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ ഈസിയായി ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് 1/2 കിലോ റവ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്ത റവ മേടിച്ചാലും ഒന്നും കൂടെ വറക്കുന്നതാണ് അതിന് ടേസ്റ്റ്. അച്ചായ, നമുക്ക് റവ വറക്കാൻ വേണ്ടി ചീൻചട്ടി അടുപ്പിൽ വെക്കാം. റവ വറക്കുന്നതിന് വേണ്ടി കുഴുവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചീൻചട്ടി ചൂടായി വരുന്നു. ഇനി ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. 1/2 കിലോ റവ ചീൻചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്ത റവയാണ് മേടിക്കുന്നതെങ്കിലും ഒന്നും കൂടെ വറക്കുന്നതാണ് രുചി കിട്ടുന്നതിന് നല്ലത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. റവ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ മാറത്തില്ലേ. ഈ റവ വറുത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം ചൂടാക്കുക. വറുത്ത റവയല്ലെങ്കിൽ നന്നായിട്ട് ചീൻചട്ടിയിലിട്ട് വറുത്തെടുക്കുക. അതിന് ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ചൂടായ ചീൻചട്ടിയിലോട്ട് നേരെ തന്നെ വേണം റവ ഇടാൻ. എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കരുത്. പ്ലെയിനായിട്ട് റവ വറുത്തെടുക്കുക. ഇടയ്ക്ക് അതിന് പ്രത്യേകം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. റവ പെട്ടെന്ന് തന്നെ വേകും. ഇപ്പം തന്നെ ഈ ചീൻചട്ടിയിൽ നിന്ന് വാങ്ങി നമുക്ക് മാറ്റാം. എന്നിട്ട് ഈ ചീൻചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇത് വറന്ന് കിട്ടും. ഏതാനും മിനിറ്റുകൾ മാത്രം മതി വറന്ന് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. ഉപ്പുമാവ് ഏതിൻ്റെ കൂടെ കൂടി ഉപ്പുമാവും പഴവുമായിട്ട് കഴിക്കുക. ഉപ്പുമാവും കടലയും, ഉപ്പുമാവും മുട്ടയോ, ഉപ്പുമാവ് തന്നെയോ എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവ് ശരിക്ക് വറന്നിട്ടുണ്ട്. ഇത് എടുത്ത് മാറ്റുവാണ്, വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കും. ഓക്കെ, മാറ്റിക്കൂ. ഉപ്പുമാവ് വറുത്ത് മാറ്റിയ ശേഷം ആ ചീൻചട്ടിയിലോട്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി വരുന്നു. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുന്നു. കടുകെല്ലാം പൊട്ടിയ ശേഷം അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. അതിലോട്ട് 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞ 1 ബൗൾ ഇട്ട് കൊടുക്കുന്നു. 2 ഇതൾ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. 2 ഇതൾ കരിവേപ്പില. പെട്ടെന്ന് ഇടാം. 1 ഇതളും കൂടെ ഇട്ട് കൊടുക്കും. 2 ഇതൾ കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കണം. ഒന്ന് പച്ചപ്പൊന്ന് മാറിയാൽ മതി. ഇപ്പം തന്നെ ഇത് മൂക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചപ്പ് മാറി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് 3/4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് കുറേശ്ശെ വറുത്ത റവ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ കാണിച്ച് ഉപ്പ് കയറി അങ്ങ് ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്.
ഉപ്പിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഉള്ളിയുടെ നിറം മാറുന്നോളം വരെയാണ് ഇളക്കുന്നത്. ഉള്ളി ദേ വാടി വരുന്നുണ്ട്. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. അപ്പോൾ ഉള്ളി വാടി വരുമ്പോൾ ഇതിനകത്തോട്ട് ചിലർ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേറെ എന്നൊക്കെ സാധനങ്ങൾ ഇടുന്നത്, അണ്ടിപ്പരിപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപ്പുമാവിനകത്ത് ചേർക്കാം അല്ലേ അച്ഛാ, ടേസ്റ്റിന് വേണ്ടി. ചിലർ പരിപ്പൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ അച്ഛാ, ഉഴുന്ന് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ. ചിലർ കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഇതായിട്ട് ക്യാരറ്റ് അരിഞ്ഞിടാം അല്ലേ അച്ഛാ, ക്രീറ്റി ആയിട്ട് ക്യാരറ്റ് ഇടാം. അതൊക്കെ ടേസ്റ്റിന് വേണ്ടിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്നും ചേർക്കണ്ട. അത് എനിക്ക് ഒന്നും ചേർക്കാത്ത എനിക്ക് ടേസ്റ്റ്. അതുകൊണ്ട് നമ്മുടെ അച്ഛൻ ഉണ്ടാക്കുന്ന ഈ സ്റ്റൈലാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞത് ഒന്നും ചേർക്കണ്ട, വളരെ എളുപ്പത്തിൽ ബാച്ചിലറായിട്ട് താമസിക്കുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനേ ഇങ്ങനെ ഇത്ര സാധനം മതിയെന്നേ. ആവശ്യമില്ലാത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല. എനിക്ക് ഈ ടേസ്റ്റാണ് ഇഷ്ടം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് പാകമായി, കളർ മാറിയില്ല. ഇനി ഇതിലോട്ട് നമുക്ക് 3/4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3/4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഓക്കെ, 3/4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കണം. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ കുറേശ്ശെ നമുക്ക് റവ ഇട്ട് കൊടുക്കും. വളരെ ടേസ്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ്. സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ഉപ്പുമാവ് ഇഷ്ടം. കാരണം ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. പലർക്കും പല ഇതായിട്ട് കൂട്ടാം. പഴം കൂട്ടാം, കടലക്കറി, മുട്ടക്കറി, ഇറച്ചിക്കറി, ചമ്മന്തി എല്ലാം ഉപ്പുമാവിൻ്റെ കൂടെ കൂട്ടി കഴിക്കും. ഇച്ചിരി പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ ഉപ്പുമാവ് കഴിക്കാം. ചിലർ മഞ്ഞൾപ്പൊടി ഇടും ഈ സമയത്ത്. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം. മഞ്ഞൾപ്പൊടി ചേർക്കണേ മഞ്ഞൾപ്പൊടി ചേർക്കാം, അവരവരുടെ ഇഷ്ടം. ഇത് അച്ചായൻ്റെ സ്റ്റൈല്. ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള രീതിയാണ് ഉണ്ടാക്കുന്നത്, വളരെ എളുപ്പത്തിൽ. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ വറുത്ത റവയിനകത്ത് ആഡ് ചെയ്ത് ഇളക്കി കഴിയുമ്പോൾ ഉപ്പുമാവ് റെഡിയാവും. ചെറുതായിട്ട് തിളച്ച് വരുന്ന, നന്നായിട്ട് വെട്ടി തിളച്ച ശേഷമാണ് മാത്രമേ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കുന്ന മൊത്തം വെട്ടി ഒന്ന് തിളച്ച ശേഷം നമുക്ക് റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെട്ടി തിളച്ച് ഇപ്പോൾ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുകയും ഇങ്ങനെ ഇളക്കുകയും ചെയ്യണം. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, ഇളക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഇളക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഇളക്കുക. നമ്മുടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഇളക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഇളക്കുക. പൂർണ്ണമായിട്ട് ഇട്ടു. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. നമുക്ക് എത്രയാ ഇളക്കി കൊടുക്കും. പെട്ടെന്ന് ഇത് കുഴയും. അതുകൊണ്ട് വളരെ സ്പീഡിൽ ഇളക്കി കൊടുക്കണം. നമുക്ക് എത്ര ഇത് വേണം, നന്നായിട്ട് പൊടി പോലെ തരി പോലെ എടുക്കണമെങ്കിൽ വെള്ളം കുറച്ച് ഇട്ടാൽ മതി. നമുക്കൊന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതിയെങ്കിൽ നമ്മുടെ ആ ഒരു പാകത്തിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനും വെള്ളം തിളപ്പിച്ചെടുക്കാനും. പൊടിക്കനുസരിച്ച് ഉണ്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് റെഡിയായി. ഇതാണ് നമ്മുടെ ഉപ്പുമാവ്. അത് റെഡിയായി കഴിഞ്ഞു. ഇപ്പം തീർത്ത് തരി പോലെ വേണം അല്ലേ, തീർത്ത് ജലാംശമൊന്നുമില്ല അല്ലേ, കട്ടിയില്ലാതെ വേണം. പൊടി പോലെ വേണമെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പം നമുക്ക് എനിക്കിത് ഈ ഒരു പരിവാണ് ഇഷ്ടം. എന്നാന്നറിയാം, ഇങ്ങനെ കട്ടിയോടുകൂടി ഇരിക്കണം. ഇച്ചിരി ജലാംശത്തോടൊക്കെ ഇരുന്നാൽ അത് നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കണം. വാങ്ങിക്കോ വെച്ചാ, എനിക്കിത് മതി. ഇനി ഡ്രൈ ആകണ്ട, ശരിക്ക് ഡ്രൈ ആകണ്ട. വാങ്ങിക്കും. ഈ പരുവത്തിലാണ് എനിക്കിഷ്ടം. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വാങ്ങി നമ്മൾ പാത്രത്തിൽ വെച്ച് അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നൽകും. വാങ്ങിക്കും. കുറച്ചും കൂടെ ഡ്രൈ ആകുന്നവർക്ക് ചൂടാക്കിയാൽ മതി. എനിക്ക് ഈ പരുവാണ്. എന്നിട്ട് ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെക്ക് കൊള്ളുന്ന ഈ കുഴഞ്ഞ പരുവമാണ് എനിക്ക് ഉപ്പുമാവ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് റെഡിയായി വാങ്ങി ഒരു പാത്രത്തിലോട്ട് മാറ്റുക.
ഉപ്പുമാവ് ബൗളിലോട്ട് മാറ്റിയതാണ്. ഇതേ കണ്ടോ, 1/2 കിലോ റവ കൊണ്ട് ഇത്രയും ഉപ്പുമാവ് ഉണ്ടായി. ഒരു 6-7 പേർക്ക് സുഖമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതേ കണ്ടോ, അവൻ്റെ കളറ് കണ്ടോ. 6 പേർക്ക് സുഖമായിട്ട് 1/2 കിലോ റവ കൊണ്ടുണ്ടാക്കി ഉപ്പുമാവ് കഴിക്കാം. ഇതേ കണ്ടോ, നല്ല ടേസ്റ്റ്. എന്നെ കളറാന്ന് നോക്കിക്ക്. രാവിലെ തന്നെ ചൂടോടുകൂടി ഉപ്പുമാവ് കഴിച്ചാൽ എന്നാ ടേസ്റ്റായിരിക്കും എന്നറിയോ. ചൂടോട് കൂടി തന്നെ 6 പേർക്ക് വിളമ്പി സുഖമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. മുട്ടക്കറിയോ അല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയോ കടലക്കറിയോ പഴമോ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കുക. എനിക്കിത് ചുമ്മാ തിന്നുന്നതാണ് വളരെ ഇഷ്ടം. ഉപ്പുമാവ് ഈ ചൂടോട് കൂടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപ്പുമാവിൻ്റെ കൂടെ എങ്ങനെ കഴിക്കുന്നതാണ് ഉപ്പുമാവ് ഇഷ്ടം എന്നോട് കമൻറ്റ് ചെയ്യുക. നമുക്ക് അച്ചായനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിച്ചാലോ. അച്ചായ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. അച്ചായൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഇത് നല്ല ചൂട് പറക്കുന്നുണ്ട്. നല്ല ആഹാ, നല്ല ചൂടുണ്ട്. ആഹാ, ചെന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് പറയണേ. നോക്കിയേ, ഇവിടെ നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് അല്ലേ? ആ, ഞാൻ പറഞ്ഞ നല്ല ടേസ്റ്റാണ്. ബീറ്റ്റൂട്ടോ ഒന്നും ചേർക്കാതെ, ക്യാരറ്റോ ബീറ്റ്റൂട്ടോ ഒന്നും ചേർത്തില്ലേലും ചൂടോടുകൂടി നല്ല കറിയൊന്നും വേണ്ട. കറിയൊന്നും വേണ്ട, കറിയൊന്നും കൂടാതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? ഇതുപോലെ നമുക്ക് എടുക്കാൻ ഇത് ഉരുട്ടിയെടുക്കാം. ആ, അച്ഛൻ പറഞ്ഞതേ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഈ വളരെ ഈസി ആയിട്ട് നമുക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഉപ്പുമാവ്. ഇത്ര എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും തന്നെ കേരള സ്റ്റൈലുള്ളത് ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നണം ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് തന്നെ. അച്ഛൻ എങ്ങനെ ഉണ്ടാക്കുക? ഉപ്പുമാവല്ല ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് ഉപ്പുമാവ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു. താങ്ക് യു കൊടുത്തു. താങ്ക് യു വെരി മച്ച്.